അലീനയെയും മനുവിനെയും രണ്ടാക്കാൻ സ്റ്റാൻലി. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പേൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലചന്ദ്രൻ വൈജയന്തി യുദ്ധം തുടങ്ങുകയാണ്. അങ്ങനെ തുടക്കം തന്നെ ആ യുദ്ധം തുടങ്ങുന്നത് ഭക്ഷണത്തെ ചൊല്ലിയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതായത് മക്കൾ പറയുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ്റെ അടുത്ത്, പപ്പ, അതായത് അമ്മയുടെ വേലക്കാരി ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നും പപ്പയ്ക്ക് ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നതും കാണാൻ കഴിയും. ബബിതയാണ് ചോദിക്കുന്നത് എന്ന് കാണാം. ഇതേ സമയം ബബിതയോട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മോളെ എന്ന്. തുടർന്ന് ഇത് അമ്മയുടെ വീടാണെന്നും ഇവിടെ അമ്മയ്ക്കാണ് അധികാരമെന്നും അമ്മ തന്നോട് പറഞ്ഞു എന്ന് പറയുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതായത് മോളെ, ഇത് അച്ഛൻ്റെ വീടല്ലേ, നിങ്ങളുടെ അവകാശം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇനി അമ്മയ്ക്ക് ഈ വീട്ടിൽ അവകാശമെന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയം അതൊന്നും അമ്മയ്ക്ക് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. മനസ്സിലാവുന്ന ഭാഷയിൽ ഞാനും രോഹിയേട്ടനും കൂടാതെ കൃഷ്ണയും പലതവണ പറഞ്ഞു, അമ്മയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, അലീനയുടെ മാർഗം സ്വീകരിക്കുക. നിൻ്റെ അമ്മ അലീനയെ ഏതു നേരവും കഷ്ടപ്പെടുത്തിയപ്പോൾ, ഏതു നേരവും വേദനിപ്പിച്ചപ്പോൾ അവളാണെങ്കിൽ നേരായും സത്യത്തിൻ്റെ മാർഗത്തിലും നിന്നാണ് നിൻ്റെ അമ്മയെ മറികടന്നത് എന്ന് പറയുന്നു. ആ മാർഗം ഒന്ന് ട്രൈ ചെയ്, നിങ്ങൾ നിങ്ങളുടേതായ സ്പേസിൽ സന്തോഷം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നു. ഇതേ സമയം നമ്മുടെ ബബിതയ്ക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടെങ്കിലും തങ്ങളെ ഇന്ന് എന്തായാലും പുറത്തു കൊണ്ടുപോകണമെന്ന് നമ്മുടെ ബബിത അവരോട് ബാലചന്ദ്രനോട് ആവശ്യപ്പെടുന്നു. ഇതേ സമയം ബാലചന്ദ്രൻ കൊണ്ടുപോവാമെന്ന് പറയുന്നു. അങ്ങനെ സുനിതയെ കൊണ്ട് വൈജയന്തിയാണെങ്കിൽ എല്ലാം ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. ഇതേ സമയം നട്ടുച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് വിളിക്കുകയാണ് കേട്ടോ വൈജയന്തി, എല്ലാം തയ്യാറാക്കിയതിന് ശേഷം. ഇതേ സമയം നമ്മുടെ മക്കളും കൂടാതെ തന്നെയാണെങ്കിൽ ബാലേന്ദ്രനും ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി വരുന്ന കണ്ട വൈജയന്തി ഞെട്ടുന്നുണ്ട്. എന്താണ്, എവിടേക്കാണ് എന്ന് ചോദിക്കുന്നു. ഞങ്ങളെ പപ്പയുടെ കൂടെ പുറത്തേക്ക് പോവാണ്, പുറത്തു നിന്ന് പപ്പ ബിരിയാണി വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അപ്പം ഞാനിതൊക്കെ ആർക്കാ ഇത്ര കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്, അതൊന്ന് പറയാമോ എന്ന് ചോദിക്കുമ്പോൾ, അതെ, പപ്പയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഞങ്ങളെ കൊണ്ടുപോവുകയുള്ളൂ, അതുകൊണ്ട് തന്നെ പപ്പ തരുന്ന ഓഫർ ഞങ്ങളങ്ങനെ വിട്ട് കളയുന്നൊന്നുമില്ല. കൂടാതെ ഇത് വെറും ചോറും കറികളും ഒക്കെ തന്നെയല്ലേ, ഇത് ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്ക് പിന്നീട് കഴിക്കാമല്ലോ, അതിന് പ്രശ്നമില്ല. പക്ഷേ പപ്പയുടെ ഓഫർ അതങ്ങനെ നിരസിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ, എടാ രോഹി, നിനക്കോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് ബിരിയാണിയല്ല, എനിക്ക് കുഴിമന്തിയാണ് ഇഷ്ടമെന്ന് രോഹി പറയുന്നു. അങ്ങനെ നമ്മുടെ വൈജ പറയുന്നുണ്ട്, എല്ലാവരും കൂടി എന്നെ തോൽപ്പിക്കാമെന്നാണോ വിചാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അമ്മയെ തോൽപ്പിക്കാനൊന്നുമല്ല, അച്ഛൻ തന്ന ഓഫർ ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അച്ഛൻ്റെ കൂടെ പോയാലേ അച്ഛൻ ഞങ്ങൾക്ക് ചിലപ്പോൾ സിനിമ കാണിച്ചു തരും, ഡ്രസ്സൊക്കെ എടുത്തു തരും, അല്ലാതെ ഈ ചോറുണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല, ഇതെല്ലാം നഷ്ടവും, ചിലപ്പോൾ പിന്നീട് ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ലഭിക്കാനായിട്ട് പോകുന്നത് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട് എന്ന് കാണാം. ഇതേ സമയമാണെങ്കിൽ അവരങ്ങനെ പോവുകയാണ്. ഇതേ സമയം സുനിതയാണെങ്കിൽ നമ്മുടെ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, കൊച്ചമ്മേ, ഇതൊക്കെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. കൊച്ചമ്മ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ, വേണ്ട, എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നു. ഇതൊക്കെ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചേക്കെന്ന് പറയുമ്പോൾ, ഇതൊക്കെ ടേസ്റ്റൊക്കെ പോവും കൊച്ചമ്മ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ, എല്ലാം കൂടി എടുത്ത് ദൂരെ കളയാനായിട്ട് കഴിയോ, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ എന്ന് പറയുന്നതും
സുനിത കൈയിട്ട് വാരി സാധനങ്ങളെല്ലാം വാരി തിന്നുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. ഇതേ സമയം അവരുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് വിശന്നിരിക്കുന്നതെന്ന് വിചാരിച്ചാണ് സുനിത കഴിക്കുന്നത് കേട്ടോ. ഇതിനെല്ലാം പുറമെ നമ്മുടെ മനു അവിടെ കടപ്പാട്ടൂർ വീട്ടിൽ അലീനയെ, കടപ്പാട്ടൂർ വീട്ടിൽ നിന്ന് നമ്മുടെ സ്റ്റാലിൻ്റെ വീട്ടിൽ അലീനയെ വിളിക്കുകയാണ്. അലീനയും മനുവും ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. തുടർന്ന് മനു അലീനയോട് ചോദിക്കുന്നുണ്ട്, നിനക്കവിടെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഏത് നിമിഷം വേണമെങ്കിലും സ്റ്റാൻലി പപ്പയായിട്ട് ഒരു യുദ്ധമുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് പറയുമ്പോൾ, ആ യുദ്ധത്തിന് നീ ജയിക്കോ അതോ സ്റ്റാൻലി പപ്പ ജയിക്കോ, നിനക്ക് വല്ല ബുദ്ധിമുട്ട് വരോ എന്ന് ചോദിക്കുമ്പോൾ, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ സഹായിക്കാനായിട്ട് മനുവേട്ടനും അച്ഛനും ഒക്കെ ഇല്ലേ, അച്ഛനാണെങ്കിൽ ഒരു വിളിച്ചാൽ മതി പറന്നെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെയല്ലേ മനുവേട്ടനും, നിങ്ങൾ രണ്ടുപേരും ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നത് എന്ന് അലീന ചോദിക്കുകയാണ്, പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ, ശരി മനുവേട്ട, ഇനി അടുത്ത കാര്യങ്ങളൊക്കെ പിന്നെ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. ഇവിടെ സ്റ്റാലിനാണെങ്കിൽ മദ്യപിച്ചിട്ട് മദ്യലഹരിയിൽ അലീനയെയും കൊണ്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകണമെന്നും അതിനു ശേഷം അലീനയുടെ വിവാഹം നടത്തണമെന്നും ബോധമില്ലാതെ കള്ള് കുടിച്ച് നല്ല രീതിയിൽ തന്നെ ഒച്ചയൊക്കെ എടുത്താണ് പറയുന്നത് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന അലീനയ്ക്കാണെങ്കിൽ ചെറിയൊരു വിഷമമുണ്ടെങ്കിലും, പക്ഷേ കൂടുതൽ വിഷമം തൻ്റെ പപ്പ ഇങ്ങനെ മദ്യപിക്കുന്നതിലാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പപ്പ ഇങ്ങനെ മദ്യപിച്ച് കഴിഞ്ഞാൽ പപ്പയ്ക്ക് അധികം ആയുസ് ഉണ്ടാകില്ല എന്ന് അലീന മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ പപ്പയുടെ മദ്യപാനവും പുകവലിയും ഇത് രണ്ടും അവസാനിപ്പിക്കാനായിട്ട് അലീന ഒരുങ്ങുകയാണ് എന്ന് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. അതിനായിട്ട് ഒരു വഴി അലീന തിരഞ്ഞെടുക്കാനായിട്ട് പോവുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, എന്താ വഴി എന്നൊക്കെ നമുക്ക് വഴിയെ തന്നെ കാണാനായിട്ട് കഴിയും. എന്തായാലും സ്റ്റാലിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, സ്റ്റാലിൻ്റെ അതായത് തൻ്റെ പപ്പയുടെ ഈ മാറ്റത്തിന് വേണ്ടി അലീന നമ്മുടെ ബ്രിജിത മമ്മി പഠിപ്പിച്ച പ്രാർത്ഥനകളെല്ലാം ചൊല്ലിയിരിക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാം. പപ്പയുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കണേ, പപ്പ ഈ മദ്യം എന്ന പിശാചിൽ നിന്നും രക്ഷിക്കണേ എന്നൊക്കെ അലീന പറയുന്നത്, പ്രാർത്ഥിക്കുന്നത് കാണാൻ കഴിയുന്നു. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, വീഡിയോ ഫുള്ളായിട്ട് കാണാം, തെറ്റുകുറ്റുണ്ടായി ക്ഷമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.